തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നേരിടുന്ന ആദ്യ വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് കാവേരി നദീജല തർക്കം. ഏറെക്കാലമായി തമിഴ്നാടിനും കർണാടകയ്ക്കുമിടയിൽ തുടരുന്ന ഈ പ്രശ്നം വീണ്ടും സജീവമായിരിക്കുകയാണ്. ഇതിനിടെയാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷ പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിപ്പിക്കുകയാണ്. നിലവിലെ സാഹചര്യം എന്താണെന്നും ഇരു സംസ്ഥാനങ്ങളുടെ നിലപാട് എന്താണെന്നും വിശദമായി നോക്കാം. കാവേരി നദീജല പ്രശ്നം തമിഴ്നാട്ടിൽ വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിന് മുന്നിലെ ആദ്യ പ്രധാന പരീക്ഷണമായാണ് ഈ വിഷയത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഈ സാഹചര്യത്തിൽ സർവകക്ഷി യോഗം അടിയന്തരമായി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ചിരുത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സർക്കാർ തയ്യാറാകണമെന്നാണ് അവരുടെ ആവശ്യം. തമിഴ്നാടിന്റെ താൽപര്യം സംരക്ഷിക്കാൻ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം പറയുന്നു. എന്നാൽ ഈ ആവശ്യം സർക്കാർ തള്ളിക്കളഞ്ഞു. പ്രതിപക്ഷം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് സർക്കാരിന്റെ ആരോപണം. കാവേരി വിഷയത്തിൽ ഇതിനകം നിയമസഭയിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ആയതിനാൽ വീണ്ടും സർവകക്ഷി യോഗം വിളിക്കേണ്ട സാഹചര്യമില്ല എന്നും സർക്കാർ വിശദീകരിച്ചു. ടിവികെയുടെ മുതിർന്ന നേതാവ് CTR നിർമ്മൽ കുമാർ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ പ്രതിപക്ഷം അനാവശ്യ വിവാദം സൃഷ്ടിക്കുകയാണെന്ന് ആരോപിച്ചു. കാവേരി വിഷയത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാനാണ് ചില പാർട്ടികളുടെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം DMK സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വിജയ് സർവകക്ഷി യോഗം വിളിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് DMK ചോദിക്കുന്നു. ഇത്രയും പ്രധാനപ്പെട്ട വിഷയത്തിൽ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം കേൾക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും പാർട്ടി പറയുന്നു. മുഖ്യമന്ത്രി വിജയ് നേരത്തെ കർണാടകയിലെ നേതാക്കളുമായി നേരിട്ട് ചർച്ച നടത്താൻ ആലോചിച്ചിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്താനായിരുന്നു പദ്ധതി. എന്നാൽ കർണാടകയിലെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ആ കൂടിക്കാഴ്ച പിന്നീട് മാറ്റിവെച്ചു. ഇതോടെ പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകളും വൈകി. എന്നിരുന്നാലും നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് തമിഴ്നാട് സർക്കാർ. കാവേരി ജലത്തിൽ തമിഴ്നാടിന് ലഭിക്കേണ്ട അവകാശവും ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ DMK പ്രതിഷേധ പരിപാടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാവേരി വിഷയത്തിൽ സർക്കാർ വേണ്ടത്ര ഇടപെടുന്നില്ല എന്നാണ് അവരുടെ ആരോപണം. ഇതിനെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. പ്രധാന പ്രതിഷേധ പരിപാടി തഞ്ചാവൂരിലാണ് നടക്കുക. കർഷകരെ അണിനിരത്തിയുള്ള വലിയ പൊതുയോഗമാണ് DMK ഒരുക്കുന്നത്. DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യും. കാവേരി ജലപ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കർഷകരെയാണെന്നും അവരുടെ ശബ്ദം സർക്കാർ കേൾക്കണമെന്നും പാർട്ടി ആവശ്യപ്പെടുന്നു. രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കൊപ്പം നിയമപരമായ നീക്കങ്ങളും തമിഴ്നാട് തുടരുകയാണ്. കാവേരി ജലവിതരണ വിഷയത്തിൽ തമിഴ്നാടിന് സുപ്രീം കോടതിയെ സമീപിക്കും. കാവേരി ജലം ഉടൻ വിട്ടു നൽകണമെന്ന് കർണാടകയ്ക്ക് നിർദ്ദേശം നൽകണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. എന്നാൽ കർണാടക ഇതിന് തയ്യാറായില്ല. സംസ്ഥാനത്ത് മഴ കുറവായതിനാൽ നിലവിൽ ജലക്ഷാമം അനുഭവപ്പെടുകയാണെന്നാണ് കർണാടകയുടെ വാദം. അത്തരമൊരു സാഹചര്യത്തിൽ തമിഴ്നാടിന് ആവശ്യപ്പെട്ട അളവിൽ വെള്ളം നൽകാൻ കഴിയില്ല എന്നാണ് അവരുടെ നിലപാട്. കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി അടുത്തിടെ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. അതിനനുസരിച്ച് 15 ദിവസത്തിനകം പ്രതിദിനം 3500 ക്യൂസെക്സ് വെള്ളം തമിഴ്നാടിന് നൽകണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ സാധിക്കില്ലെന്നാണ് കർണാടക വ്യക്തമാക്കുന്നത്. ഇരു സംസ്ഥാനങ്ങളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ പ്രശ്നം വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ്. സുപ്രീം കോടതിയുടെ തീരുമാനം ഇനി ഈ വിഷയത്തിൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. കാവേരി നദീജല തർക്കം പുതിയ വിഷയമല്ല. വർഷങ്ങളായി തമിഴ്നാടും കർണാടകയും തമ്മിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ്. മഴയുടെ അളവ് കുറയുന്ന വർഷങ്ങളിൽ തർക്കം കൂടുതൽ രൂക്ഷമാകാറുണ്ട്. കൃഷിക്കും കുടിവെള്ളത്തിനും കാവേരി ജലത്തെ ആശ്രയിക്കുന്നതിനാൽ ഇരു സംസ്ഥാനങ്ങൾക്കും ഈ വിഷയം അതീവ പ്രധാനമാണ്. കാവേരി ജലപ്രശ്നം തമിഴ്നാട്ടിലെ പുതിയ സർക്കാരിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദവും മറുവശത്ത് കർണാടകയുമായുള്ള ജലവിതരണ തർക്കവും സർക്കാരിന് മുന്നിലുണ്ട്. അതേസമയം സുപ്രീം കോടതിയുടെ ഇടപെടലും വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളും ഈ വിഷയത്തിന്റെ ഗതി നിർണ്ണയിക്കും. കർഷകരുടെ താൽപര്യവും സംസ്ഥാനത്തിന്റെ ജലാവകാശവും സംരക്ഷിക്കുന്ന തരത്തിൽ എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.